Hi viewers, now we are going to discuss about the criteria of problem selection. This is the continuation of the previous class. Already discussed that the criteria of problem selection can be grouped into internal criteria or internal factors and external criteria or external factors. Already discussed what are the internal factors. Now we are going to discuss about the external criteria or external factors that decide problem selection. The criteria of problem selection ഇത് മുൻപ് നമ്മൾ ഡിസ്കസ് ചെയ്ത ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷനാണ്. എന്തൊക്കെയാണ് ക്രൈറ്റീരിയ ഓഫ് പ്രോബ്ലം സെലക്ഷൻ? ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. External factors. The external factors are researchability, importance and urgency, novelty or originality, feasibility, facilities, usefulness and social relevance, research personnel. Let us discuss in detail. Researchability of the problem. The problem should be researchable. That is, it is amenable for finding answers to the questions involved in it through scientific method. Many questions cannot be answered on the basis of the information alone. They may involve value elements. നമുക്ക് റിസർച്ചബിലിറ്റി എന്താണെന്ന് നോക്കാം. ഒരു റിസർച്ചിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുന്ന പ്രോബ്ലം റിസർച്ചബിൾ ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ സയൻറ്റിഫിക് മെത്തേഡിലൂടെ ചില ചോദ്യങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളത്, ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് റിസർച്ച്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സയൻറ്റിഫിക് മെത്തേഡിലൂടെ ആ റിസർച്ചുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ സാധ്യമാകുന്നതായിരിക്കണം റിസർച്ചിൻ്റെ പ്രോബ്ലം. അതിനകത്ത് പ്രത്യേകിച്ച് റിസർച്ചിനകത്ത് ഒരു സയൻറ്റിഫിക് മെത്തേഡിലൂടെ ഒരു പ്രശ്നങ്ങളും ഉന്നയിക്കാനില്ലെങ്കിൽ, ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കാൻ ഇല്ലെങ്കിൽ അത് റിസർച്ചബിൾ അല്ല. സാധാരണ കാഷ്വലായിട്ട് നമുക്ക് ചുറ്റും കാണുന്ന ചില നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ റിസർച്ച് ചെയ്യപ്പെടേണ്ടതല്ല. റിസർച്ച് ചെയ്യുവാനുള്ള എന്തെങ്കിലും ഒരു വസ്തുത ആ ഒരു പ്രോബ്ലത്തിനകത്ത് ഉണ്ടായിരിക്കണം. സയൻറ്റിഫിക് മെത്തേഡ് യൂസ് ചെയ്യുവാനുള്ള സാധ്യതയും ആ പ്രോബ്ലത്തിൽ ഉണ്ടായിരിക്കണം. അതിനെയാണ് നമ്മൾ റിസർച്ചബിലിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇമ്പോർട്ടൻസ് ആൻഡ് urgency. Problems requiring investigation are unlimited, but available research efforts are very much limited. Therefore, in selecting problems for research, their relative importance and significance should be considered. For example, in industrial management today, problems of productivity, capacity utilization, motivation and industrial unrest are more important than problems of financial leverage, profit planning, marketing, etc. So the research must be focused on useful and urgent problems. Importance and urgency എന്നാൽ എന്താണെന്ന് നോക്കാം. യഥാർത്ഥത്തിൽ ഇൻവെസ്റ്റിഗേഷന് പറ്റിയ ധാരാളം പ്രോബ്ലംസ് ഉണ്ട്. അത് അൺലിമിറ്റഡ് ആണ്. പക്ഷേ അതിനകത്ത് റിസർച്ച് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസിൽ മാത്രമേ റിസർച്ച് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെയും ഒരു റിസർച്ചിന് വേണ്ടിയിട്ട് പ്രോബ്ലം സെലക്ട് ചെയ്യുമ്പോൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് വേണം കൺസിഡർ ചെയ്യേണ്ടുന്നത്. എന്തോരം ഒരു ഓർഗനൈസേഷനിൽ എന്തെല്ലാം പ്രോബ്ലംസ് ഉണ്ട്, ഇതെല്ലാം വേണം നമുക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം. പക്ഷെ അതൊന്നും റിസർച്ചിന് പറ്റുകയില്ല. അപ്പോൾ റിസർച്ചിന് പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രാധാന്യം അതിനകത്തുണ്ടായിരിക്കണം. അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ റിസർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല.
ഉദാഹരണത്തിന് ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ പ്രൊഡക്ടിവിറ്റി, കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ, മോട്ടിവേഷൻ, ഇൻഡസ്ട്രിയൽ അൺറെസ്റ്റ്, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. പക്ഷേ അവിടെ ചില അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസും ഉണ്ട്. ഫിനാൻഷ്യൽ ലിവറേജ്, പ്രോഫിറ്റ് പ്ലാനിങ്, മാർക്കറ്റിംഗ്, അത്തരം കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയുടെ കാര്യമാണ് കേട്ടോ പറയുന്നത്. ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ, അതായത് നിങ്ങൾ മുൻപ് പഠിച്ചിട്ടുണ്ട് കൺസ്യൂമർ പ്രോഡക്ട്സും ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സും. അപ്പോൾ അത്തരത്തിൽ ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ് നിർമ്മിക്കുന്ന കമ്പനികളുടെ കാര്യമാണ് കേട്ടോ പറയുന്നത്. നിങ്ങൾ വിചാരിക്കും മാർക്കറ്റിങ്ങിന് ഇമ്പോർട്ടൻസ് ഇല്ലയോ എന്ന്. ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സിൻ്റെ കാര്യത്തിൽ മാർക്കറ്റിങ്ങിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. അത് ചില പ്രത്യേക കമ്പനികളായിരിക്കും ആ പ്രോഡക്റ്റ്സ് വാങ്ങിക്കുന്നത്, അവരതങ്ങ് വാങ്ങിച്ചോളൂ ആ മാർക്കറ്റിംഗ് ഇല്ലാതെ തന്നെ. അപ്പോൾ ഇത്തരത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ റിലവൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് വേണം റിസർച്ചിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കാൻ. പ്രയോജനപ്രദമായിട്ടുള്ള പ്രോബ്ലംസ് തിരഞ്ഞെടുക്കണം. ഇപ്പോൾ ഒരു ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് അതിന് പ്രയോജനപ്രദമായിട്ടുള്ള പ്രോബ്ലംസാണ് തിരഞ്ഞെടുക്കേണ്ടുന്നത്. നെക്സ്റ്റ്, നോവൽറ്റി or originality of the problem. The problem must have novelty. There is no use of wasting one's time and energy on a problem already studied thoroughly by others. This does not mean that replication is always needless. In social sciences, in some cases, it is appropriate to replicate or repeat a study in order to verify the validity of its findings into a different situation. ഇനി അടുത്തതായി നോവൽറ്റി എന്ന് പറഞ്ഞാൽ ഒറിജിനാലിറ്റി. അപ്പോൾ ആ പ്രോബ്ലത്തിൻ്റെ നോവൽറ്റി അല്ലെങ്കിൽ ഒറിജിനാലിറ്റി അത് നോക്കണം. നോവൽറ്റി, ഒറിജിനാലിറ്റി ആ പ്രോബ്ലത്തിനുണ്ടോ എന്ന് നോക്കണം. ഒരു ഒറിജിനാലിറ്റിയും ഇല്ല എന്നുണ്ടെങ്കിൽ, എന്ന് പറഞ്ഞാൽ മുൻപ് ആരെങ്കിലുമൊക്കെ ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് അത് പിന്നെയും റിപ്പീറ്റ് ചെയ്ത് അത് പിന്നെയും ചെയ്യുവാൻ വേണ്ടിയിട്ട് സമയം വെറുതെ കളയേണ്ടതില്ല. എന്ന് പറഞ്ഞാൽ മുൻപ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു ടോപ്പിക്ക് പിന്നെയും ചെയ്യുക എന്ന് വെച്ചാൽ അത് നീഡ്ലെസ് എന്നല്ല, എന്ന് വെച്ചാൽ ആവശ്യമില്ലാത്ത ഒരു കാര്യം എന്നല്ല, തികച്ചും എപ്പോഴും അതൊരാവശ്യമില്ലാത്ത കാര്യം എന്നല്ല. ചില കാര്യത്തിൽ പറ്റും. സോഷ്യൽ സയൻസസിൽ ചില കേസസിൽ ഇതുപോലെ ഒരു പഠനം റിപ്പീറ്റ് ചെയ്യാം. എപ്പോഴാണെന്നറിയാമോ? ആദ്യത്തെ പഠനത്തിൻ്റെ വാലിഡിറ്റി വെരിഫൈ ചെയ്യാൻ. അതിൻ്റെ വാലിഡിറ്റി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ആ റിസർച്ച് എന്ന് വെച്ചാൽ ആദ്യം ചെയ്ത റിസർച്ച് ശരിക്കും അതിൻ്റെ പർപ്പസ് ഉൾക്കൊണ്ടുകൊണ്ടാണ് ആ റിസർച്ച് ചെയ്തത് എന്ന് ചെക്ക് ചെയ്യുവാൻ. അതിനാണ് ഈ വാലിഡിറ്റി എന്ന് പറയുന്നത്. ശരിക്കും ആ റിസർച്ചിൻ്റെ പർപ്പസ് ഉൾക്കൊണ്ടുകൊണ്ടാണ് റിസർച്ച് ചെയ്ത് നോക്കുന്നതിനെയാണ് വാലിഡിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ റിസർച്ചിൻ്റെ ഫൈൻഡിങ്സിൻ്റെ വാലിഡിറ്റിയൊക്കെ ടെസ്റ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ അതേ ടോപ്പിക്കിൽ തന്നെ മറ്റൊരു റിസർച്ച് ചെയ്യാം. അപ്പോൾ ചില കേസസിലേ ഉള്ളൂ അങ്ങനെ അത്തരത്തിൽ ഒരു പഠനം ആവശ്യമാകുന്ന ചില ടോപ്പിക്സിൽ. അല്ലാത്ത കാര്യത്തിലെല്ലാം തന്നെ ഒരു പുതുമയുള്ള ടോപ്പിക്കാണ് കണ്ടുപിടിക്കേണ്ടുന്നത്. അതിനെയാണ് നോവൽറ്റി ഓർ ഒറിജിനാലിറ്റി എന്ന് പറയുന്ന പുതുമയുള്ളൊരു ടോപ്പിക്ക് കണ്ടുപിടിക്കുന്നതിന്. വെറുതെ മുൻപ് ആരെങ്കിലും ചെയ്ത അതേ ടോപ്പിക്കിനെ അങ്ങ് റിപ്പീറ്റ് ചെയ്യാതെ. അപ്പോൾ നിങ്ങൾ പ്രോജക്റ്റ് ചെയ്യുമ്പോഴും ഒരു നോവൽറ്റിയുള്ള അല്ലെങ്കിൽ ഒരു ഒറിജിനാലിറ്റിയുള്ള ടോപ്പിക്ക് തിരഞ്ഞെടുക്കുവാൻ ശ്രമിക്കുക. നെക്സ്റ്റ്, feasibility. A problem may be a new one and also important, but if research on it is not feasible, it cannot be selected. Hence, feasibility is a very important consideration. Some of the questions that should be considered in examining the feasibility are suitable research techniques of analysis available? Are accurate and reliable data available? Will the authorities of the concerned institutions extend the required cooperation in furnishing data? Will the respondents be willing to be interviewed? Okay, so നമുക്ക് ഫീസിബിലിറ്റി എന്താണെന്ന് നോക്കാം.
ഫീസിബിലിറ്റി എന്ന് പറഞ്ഞാൽ പ്രായോഗികത. ഒരു പ്രോബ്ലം വളരെ ഒറിജിനാലിറ്റി ഉള്ളതായിരിക്കാം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം, ഒക്കെ ശരി തന്നെ. പക്ഷേ ഇത് ഫീസിബിൾ അല്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ടോപ്പിക്ക് തിരഞ്ഞെടുക്കരുത്. ഫീസിബിൾ അല്ലാത്ത ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ പ്രായോഗികത ഇല്ലാത്ത ഒരു ടോപ്പിക്ക് തിരഞ്ഞെടുക്കാൻ പാടില്ല. അപ്പോൾ പ്രായോഗികത അല്ലെങ്കിൽ ഫീസിബിലിറ്റി എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടർ തന്നെയാണ്. റിസർച്ചിന് പ്രോബ്ലം തിരഞ്ഞെടുക്കുമ്പോൾ ഫീസിബിലിറ്റി കൺസിഡർ ചെയ്യണം. ഇനി ഫീസിബിലിറ്റി കൺസിഡർ ചെയ്യുന്നത് എങ്ങനെയാണ്? ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തിക്കൊണ്ടാണ്. ആ ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, റിസർച്ച് ടെക്നിക്സ് ഉപയോഗിക്കാൻ പറ്റിയ ഒരു പ്രോബ്ലമാണോ ഇത് എന്ന് വെച്ചാൽ കൃത്യമായിട്ടുള്ള അനാലിസിസ് ചെയ്യാൻ പറ്റുമോ? അടുത്തതായിട്ട് അക്യുറേറ്റും റിലയബിളുമായിട്ടുള്ള ഡേറ്റ ലഭ്യമാകുമോ? കൃത്യതയും കറക്റ്റായിട്ടുമുള്ള ഡേറ്റ ലഭ്യമാകുമോ? ഈ ഒരു ടോപ്പിക്കുമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു പ്രോബ്ലവുമായിട്ട് മുന്നോട്ട് പോയാൽ ഈ പഠനം നടത്താൻ ആവശ്യമായിട്ടുള്ള ഡേറ്റ ലഭ്യമാകുമോ? അടുത്തതായിട്ട് നമുക്ക് ഡേറ്റ ലഭ്യമാകേണ്ടുന്ന സ്ഥാപനങ്ങൾ, ഓർഗനൈസേഷൻ, അവിടുത്തെ അതോറിറ്റി ഡേറ്റ പ്രൊവൈഡ് ചെയ്യുമോ? പിന്നീട് റെസ്പോണ്ടൻസ്, ഡേറ്റ ഒക്കെ കളക്ട് ചെയ്യുവാൻ ആരോടാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്? അവരാണ് റെസ്പോണ്ടൻസ്. അവർ ഇൻ്റർവ്യൂ ചെയ്യാൻ സമ്മതിക്കുമോ? പിന്നെ എത്രത്തോളം സമയം ഈ ഒരു പഠനത്തിന് ആവശ്യമാണ്? അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം അനലൈസ് ചെയ്തിട്ട് ഇതിനെല്ലാം ഒരു കൃത്യമായിട്ടുള്ള ഉത്തരം ലഭിക്കുകയാണെങ്കിൽ ആ പഠനത്തിന് ഫീസിബിലിറ്റി ഉണ്ട് അല്ലെങ്കിൽ പ്രായോഗികത ഉണ്ടെന്ന് പറയാം. അപ്പോൾ ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ട് വേണം പ്രോബ്ലം സെലക്ട് ചെയ്യാൻ. നിങ്ങൾ പ്രോജക്റ്റിൻ്റെ ടോപ്പിക്ക് തിരഞ്ഞെടുക്കുമ്പോൾ ആ ഫീസിബിലിറ്റി നോക്കണം. നെക്സ്റ്റ്, ഫെസിലിറ്റീസ്. റിസർച്ച് റിക്വയർസ് സർട്ടൻ ഫെസിലിറ്റീസ് like library facilities, suitable guidance, data processing facilities, etc. ഫെസിലിറ്റിയാണ് അടുത്തതായിട്ട് വേണ്ടുന്നത്. ഫെസിലിറ്റി എന്ന് വെച്ചാൽ ചില സൗകര്യങ്ങൾ വേണം. ലൈബ്രറി ഫെസിലിറ്റി, നല്ല ലൈബ്രറിയൊക്കെ യൂസ് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ടെങ്കിൽ റിസർച്ച് നന്നായിട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സ്യൂട്ടബിൾ ഗൈഡൻസ്, പ്രോപ്പറായിട്ട് വളരെ കമ്പീറ്റൻ്റ് ആയിട്ടുള്ളൊരു ഗൈഡൻസ് കിട്ടുന്നുണ്ടോ? ഒരു അക്കാഡമിക് റിസർച്ചൊക്കെ ആണെങ്കിൽ പ്രൊഫസേഴ്സാണ് ഗൈഡായിട്ട് വരുന്നത്, ടീച്ചേഴ്സാണ് ഗൈഡായിട്ട് വരുന്നത്. അവരുടെ ഗൈഡൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പ്രോപ്പറായിരിക്കണം, അത് കമ്പീറ്റൻ്റ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ റിസർച്ചർക്ക് റിസർച്ച് നന്നായിട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അടുത്തത് ഡേറ്റ പ്രോസസ്സിംഗ് ഫെസിലിറ്റി. കളക്ട് ചെയ്ത ഡേറ്റ പ്രോസസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ സഹായം വേണം. അപ്പോൾ അത്തരം സൗകര്യങ്ങളൊക്കെ ഉണ്ടോ? ഇതൊക്കെയാണ് ഫെസിലിറ്റീസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏതൊരു പ്രോബ്ലമാണോ റിസർച്ചിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് അതിന് അനുയോജ്യമായിട്ടുള്ള ഫെസിലിറ്റീസാണ് വേണ്ടുന്നത്. ദാറ്റ് ഈസ് ദ അവൈലബിലിറ്റി ഓഫ് ദ ഫെസിലിറ്റീസ് റിലവൻറ്റ് ടു ദ പ്രോബ്ലം മസ്റ്റ് ബി കൺസിഡേർഡ്. അടുത്തതായി യൂസ്ഫുൾനെസ് ആൻഡ് സോഷ്യൽ റെലവൻസ്. എബോവ് ഓൾ, ദ സ്റ്റഡി ഓഫ് ദ പ്രോബ്ലം ഷുഡ് മേക്ക് സിഗ്നിഫിക്കൻറ്റ് കോൺട്രിബ്യൂഷൻ ഇൻ ദ concerned institution or concerned knowledge or to the solution of some significant practical problem. It should be socially relevant. This consideration is particularly important in the case of higher level academic research and sponsored research. അടുത്തതായി യൂസ്ഫുൾനെസ് ആൻഡ് സോഷ്യൽ റിലവൻസ്. എല്ലാത്തിലും ഉപരിയായിട്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യത്തിലും ഉപരിയായിട്ട് ആ റിസർച്ച് കൊണ്ട് നിങ്ങൾ ഒരു പ്രോബ്ലം തിരഞ്ഞെടുക്കുന്നു, അതിൽ റിസർച്ച് നിങ്ങൾ ചെയ്യുന്നു. അപ്പോൾ അതൊരു കോൺട്രിബ്യൂഷനായിട്ട് മാറണം. ചിലപ്പോൾ അതൊരു സ്ഥാപനത്തിന് വേണ്ടിയിട്ടായിരിക്കും, അവർക്കൊരു പ്രയോജനമുള്ളതായിരിക്കാം, അല്ലെങ്കിൽ അറിവ് വർദ്ധിപ്പിക്കുവാനായിട്ടെങ്കിലും അത് പ്രയോജനപ്രദമാകണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രശ്നത്തിന് സൊല്യൂഷൻ എന്നുള്ള രീതിയിലായിരിക്കണം ആ ഒരു റിസർച്ചിൻ്റെ ഫൈൻഡിങ്സൊക്കെ. യഥാർത്ഥത്തിൽ സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ ഇത്തരത്തിൽ വളരെയധികം പ്രയോജനപ്രദമായിട്ടുള്ള, സമൂഹത്തിന് പ്രയോജനം ചെയ്യുന്ന
ഒരു ടോപ്പിക്കാണ് ഹയർ ലെവൽ അക്കാഡമിക് റിസർച്ചിന് വേണ്ടിയിട്ടൊക്കെ തിരഞ്ഞെടുക്കേണ്ടുന്നത്. അതുപോലെ സ്പോൺസേർഡ് റിസർച്ച്, അതായത് ഗവൺമെൻറ്റൊക്കെ റിസർച്ച് ഏജൻസികളെ ഏൽപ്പിക്കും, ചില കമ്പനികളൊക്കെ റിസർച്ച് ഏജൻസികളെ ഏൽപ്പിക്കും എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അത്തരം റിസർച്ചൊക്കെ തന്നെയും അത് ആർക്ക് വേണ്ടിയിട്ടാണോ റിസർച്ച് ചെയ്യുന്നത് അവർക്ക് പ്രയോജനപ്രദമായിട്ടുള്ളതായിരിക്കണം. അതാണ് ദ റിസർച്ച് പ്രോബ്ലം ഷുഡ് ബി സോഷ്യലി റിലവൻറ്റ്, സാമൂഹ്യ പ്രസക്തി ഉള്ളതായിരിക്കണം ആ റിസർച്ച് പ്രോബ്ലം. അടുത്തതായി റിസർച്ച് പേഴ്സണൽ എന്ന് പറഞ്ഞാൽ എംപ്ലോയീസ്. Research undertaken by professors and research organizations require the services of investigators and research officers. Hence, the talented persons are not, in India, some talented persons are not attracted to research projects. അപ്പോൾ ഇവിടെ പറയുന്നത് വളരെ അധികം ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ റിസർച്ച് ഓർഗനൈസേഷനിലേക്ക് കടന്നു വരണം എന്നാണ്. കാരണം പ്രൊഫസേഴ്സ് ആണെങ്കിലും അതുപോലെ റിസർച്ച് ഓർഗനൈസേഷൻ ആണെങ്കിലും അവരൊക്കെ ചെയ്യുന്ന റിസർച്ചിന് വേണ്ടിയിട്ട് ധാരാളം കഴിവുള്ള ആൾക്കാരെ വേണം. ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ടും എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ട, ഡേറ്റയൊക്കെ കളക്ട് ചെയ്യണ്ടേ, അതിന് വേണ്ടിയിട്ടും. അതുപോലെ റിസർച്ച് ഓഫീസേഴ്സ് വേണം, റിസർച്ചിന് മേൽനോട്ടം വഹിക്കുവാനുള്ള ആൾക്കാർ വേണം, അത് കൃത്യമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ആൾക്കാർ, ഇവരൊക്കെ വേണം. അല്ലാതെ റിസർച്ച് ചെയ്യുന്ന റിസർച്ചർ ചിലപ്പോൾ അത് പ്രൊഫസേഴ്സൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ റിസർച്ച് ഓർഗനൈസേഷൻ എന്നുവെച്ചാൽ റിസർച്ചിൻ്റെ കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കുന്ന ചില ഓർഗനൈസേഷനുണ്ട്, അവരെ സഹായിക്കാൻ ധാരാളം ആൾക്കാർ വേണം. അപ്പോൾ ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള റിസർച്ച് പ്രോജക്റ്റിലേക്ക് വരണം. അതാണ് പറയുന്നത്, therefore appropriate, qualified and experienced research personnel are required for proper studies. ഓരോ പഠനത്തിനും അനുയോജ്യമായിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള റിസർച്ച് ചെയ്യുന്ന ആൾക്കാർ എന്ന് വെച്ചാൽ റിസർച്ച് പ്രധാനപ്പെട്ട ഒരു റിസർച്ചർ ഉണ്ടാകും, ആ റിസർച്ചിനെ സഹായിക്കാനും മറ്റുമൊക്കെ ആയിട്ട് മറ്റ് ധാരാളം എംപ്ലോയീസ് വേണം. അതാണ് റിസർച്ച് പേഴ്സണൽ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലൊക്കെയുള്ള ആൾക്കാരെ ആവശ്യമാണ്. അവരൊക്കെ ഉണ്ടെങ്കിൽ ഈ പഠനം നടക്കുകയുള്ളൂ. അപ്പോൾ ഈ റിസർച്ചറിനും പ്രധാനപ്പെട്ട റിസർച്ചിനെ സഹായിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ അവരും റിസർച്ചേഴ്സ് തന്നെയാകാം ചിലപ്പോൾ. അപ്പോൾ പ്രധാനപ്പെട്ട റിസർച്ചർ ഓൾറെഡി പല റിസർച്ചുകളൊക്കെ നടത്തി അതിനകത്ത് കഴിവ് തെളിയിച്ചവരായിരിക്കാം. പക്ഷേ റിസർച്ച് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർ, അവർക്കൊക്കെ ഒരു എക്സ്പീരിയൻസ് ലഭിക്കുവാൻ വേണ്ടിയിട്ട് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും ഇത്തരം പ്രധാനപ്പെട്ട റിസർച്ചിൻ്റെ കൂടെ വർക്ക് ചെയ്യാം. അപ്പോൾ റിസർച്ച് ഓർഗനൈസേഷൻ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, അവർ ഏറ്റെടുത്ത റിസർച്ച് പ്രോബ്ലത്തിൽ റിസർച്ച് ചെയ്യാൻ പര്യാപ്തരായിട്ടുള്ള റിസർച്ച് പേഴ്സണൽ, റിസർച്ച് ചെയ്യുന്ന ആൾക്കാരുടെ ലഭ്യതയും കൂടെ നോക്കേണ്ടതാണ്. അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ക്രൈറ്റീരിയ ഫോർ പ്രോബ്ലം സെലക്ഷൻ.